പോസ്റ്റർ വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി എ കെ ബാലൻ. തനിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് ഇരുട്ടിന്റെ സന്തതികൾ. സ്ഥാനാർത്ഥി പട്ടിക വാർത്തകൾ അബദ്ധജടിലം. സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ലെന്നും 10-നാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയെന്നും മന്ത്രി ബാലൻ. തിരുവമ്പാടി സീറ്റിനെ ചൊല്ലി കോൺഗ്രസ് ലീഗ് തർക്കം രൂക്ഷം. തിരുവമ്പാടി ലീഗിന് നൽകുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. കോഴിക്കോട് DCC ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ച മുക്കത്തെ കോൺഗ്രസുകാർക്കെതിരെ നടപടി. കോൺഗ്രസ് എംപിമാർ മത്സരിക്കില്ലെന്ന് താരിഖ് അൻവർ. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യം മുല്ലപ്പള്ളിയാണ് തീരുമാനിക്കേണ്ടതെന്നും താരിഖ് അൻവർ. സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗിൽ തർക്കം രൂക്ഷം. KM ഷാജിക്കും KPA മജീദിനും സീറ്റ് നൽകുന്നതിൽ എതിർപ്പ് ശക്തം. ജില്ലാ നേതാക്കളടക്കം മലപ്പുറത്തേക്ക്. LDF സർക്കാർ പുതുക്കിപ്പണിത പാലാരിവട്ടം പാലം ഇന്ന് വൈകിട്ട് നാടിന് സമർപ്പിക്കും. പാലം തുറന്നു കൊടുക്കുന്നത് ഉദ്ഘാടന ചടങ്ങുകൾ ഒഴിവാക്കി. വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയായ ശേഷമാണ് നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി. ഈ സ്വർണ്ണക്കടത്തിന്റെ കണക്കുണ്ടോ എന്നും മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിന് തലവേദന സൃഷ്ടിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം. ഇറക്കുമതി സ്ഥാനാർത്ഥികളെ പരിഗണിക്കാനുള്ള നീക്കത്തെ ജില്ലാ മണ്ഡലം കമ്മിറ്റികൾ ചേർക്കുന്നു. LDF യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് AKG സെൻട്രൽ യോഗം. സീറ്റ് വിഭജനം സംബന്ധിച്ച വിഷയവും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന് 3 സീറ്റുകൾ നൽകിയതിൽ UDF-ൽ പൊട്ടിത്തെറി. കടുത്തുരുയ്ക്ക് പുറമെ ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ മണ്ഡലങ്ങൾ നൽകിയതിനെതിരെ DCC അംഗങ്ങൾ രംഗത്ത്. കുത്തക മുതലാളിമാരാണ് മോദി സർക്കാരിനെ ഭരണത്തിലേറ്റിയതെന്ന് അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് കർഷക നിയമങ്ങൾ നടപ്പിലാക്കിയതെന്നും മഹാരാഷ്ട്രയിലെ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് PR കൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മൗനം വെടിയാത്തതെന്നും PR കൃഷ്ണൻ. ആലുവയിൽ വിവിധ പാർട്ടികൾ വിട്ട് അനവധി പേർ CPIM-ലേക്ക്. CPIM-ൽ ചേർന്നവർക്ക് നൽകിയ സ്വീകരണം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി 100-ലധികം ആളുകളാണ് പാർട്ടിയിലേക്ക് എത്തിയത്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന് ബംഗാൾ. മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ തെരഞ്ഞെടുപ്പ് രംഗം സജീവം. പ്രധാനമന്ത്രി ഇന്ന് ബംഗാളിലെത്തും. ബ്രിഗേഡ് ഗ്രൗണ്ടിൽ മോഡി അണികളെ അഭിസംബോധന ചെയ്യുമ്പോൾ CPIM നേതൃത്വം നൽകുന്ന സംയുക്ത മോർച്ച നടത്തിയ പീപ്പിൾസ് ബ്രിഗേഡിൽ പങ്കെടുത്തതിന്റെ പകുതി ആളുകളെയെങ്കിലും പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിൽ BJP. ബംഗാളിൽ ആദ്യ 2 ഘട്ടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇടതുമുന്നണി. 28 സീറ്റുകളിൽ CPIM-ഉം 6 സീറ്റുകളിൽ CPI-യും മത്സരിക്കും. മുൻ മന്ത്രിമാരായ സുശാന്ത് ഘോഷ്, ദേവ്ലീന ഹെബ്രാം, പുലിൻ ബിഹാരി വാസ്കി എന്നിവർ ജനവിധി തേടും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നും താങ്ങുവിലയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള കർഷക സമരം 101-ാം ദിവസത്തിൽ. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നാളെ വനിതാ കിസാൻ ദിനമായി ആചരിക്കും. CPIM പറവൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മത്സ്യത്തൊഴിലാളി സംഗമം മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MD അപ്പുക്കുട്ടൻ അധ്യക്ഷനായ ചടങ്ങിൽ S. ശർമ്മ MLA ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. കൈരളി ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ K. രാജേന്ദ്രൻ രചിച്ച അടിയൊഴുക്കുകളും അട്ടിമറികളും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള R. പാർവതീദേവിക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. വിദ്യാർത്ഥികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച തളിര് സ്കോളർഷിപ്പിന്റെ സംസ്ഥാനതല പരീക്ഷ കോഴിക്കോട് നടന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 20 കുട്ടികൾ പരീക്ഷ എഴുതി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് ജില്ലയിൽ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ചു. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ സാംബശിവറാവുവിന്റെ നേതൃത്വത്തിൽ 13 റിട്ടേണിംഗ് ഓഫീസർമാരെയാണ് 13 നിയോജക മണ്ഡലങ്ങളിലേക്ക് നിയമിച്ചത്. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലാണ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നിയമനം. കെൽട്രോണിന്റെ കോഴിക്കോട് നോളജ് സെന്ററിൽ 1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. SSLC ആണ് യോഗ്യത.
ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷൻ പുരസ്കാരം സംഗീത സംവിധായകൻ ബിജി ബാലന്. ഈ മാസം 14-ന് ഇടപ്പള്ളി ചങ്ങമ്പുഴ ഗ്രന്ഥശാല ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ എം അനിൽകുമാർ പുരസ്കാരം സമ്മാനിക്കും. പോത്തൻകോട് ഐരൂപ്പാറ വാർഡിലെ ശാന്തിപുരത്ത് തെറ്റിയാർ നീർത്തടത്തിന്റെ ഉത്ഭവസ്ഥാനം നികത്തുന്നത് തടഞ്ഞു. പോത്തൻകോട് പോലീസ് എത്തി മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. 5 ഏക്കറോളം കുന്നിൻ പ്രദേശമാണ് ജിയോളജി വകുപ്പിന്റെ പോലും അനുമതിയില്ലാതെ ഇടിച്ചു നികത്താൻ ശ്രമിച്ചത്. ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ കായികക്ഷമതാ പരിശോധനയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വന്ന ഉദ്യോഗാർത്ഥി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മരിച്ചു. നീലേശ്വരം പാലാത്തടത്തെ മഡോണ ഹൌസിലെ സച്ചിനാണ് മരണപ്പെട്ടത്. CPIM ആറ്റിങ്ങൽ ഇടക്കോട് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ നിന്ന് കോൺഗ്രസ് BJP പാർട്ടി വിട്ട നിരവധി പേർ CPIMലേക്ക് എത്തുന്നവരെ ഐലം ജംഗ്ഷനിൽ ഇന്ന് വൈകിട്ട് 5-ന് നടക്കുന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ സ്വീകരിക്കും. ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലെ കാളിയൂട്ടിന് നിലത്തിൽ പോരോടെ സമാപനം. 9 ദിവസത്തെ ചടങ്ങുകളാണ് ഇതോടെ സമാപിച്ചത്. സീറ്റിനെ ചൊല്ലി കൊല്ലത്ത് ലീഗ് കോൺഗ്രസ് തർക്കം. പുനലൂരിലേക്ക് വീണ്ടും ചുവടുമാറാനുള്ള ലീഗിന്റെ ശ്രമം കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിക്ക് മരുന്നായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച പുനലൂർ ഇക്കുറി വേണ്ടെന്നായിരുന്നു ലീഗിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം രാത്രി കാടിറങ്ങി ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം ആദിവാസി കോളനിയിലെ വയലിലെത്തി വാഴകളും തെങ്ങുകളും വ്യാപകമായി നശിപ്പിച്ചു. കുളത്തൂപ്പുഴ വില്ലുമല ആദിവാസി കോളനി നിവാസികളുടെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തളത്ത് മാനവീയം സാംസ്കാരിക ജാഥ പര്യടനം നടത്തി. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കൈപ്പട്ടൂർ തങ്കച്ചൻ ക്യാപ്റ്റനായ കിഴക്കൻ മേഖലാ ജാഥയും സെക്രട്ടറി അഡ്വക്കേറ്റ് സുധീഷ് വെൺപാല ക്യാപ്റ്റനായ പടിഞ്ഞാറൻ മേഖലാ ജാഥയും കവി വിനോദ് വൈശാഖി ഉദ്ഘാടനം ചെയ്തു. കോഴഞ്ചേരി നീർവിളാകത്തെ പ്രളയം തകർത്തെറിഞ്ഞ ക്ഷേത്രക്കുളവും പരിസരവും സമയബന്ധിതമായി പൂർത്തിയാക്കി വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കി സർക്കാർ. വീണ ജോർജ് MLAയുടെ ഇടപെടൽ മൂലം 25 ലക്ഷം രൂപ ചെലവഴിച്ച കുളവും ക്ഷേത്രത്തിലേക്കുള്ള റോഡും നവീകരിച്ചു. നെടുങ്കുന്നത്ത് കോൺഗ്രസ് BJP എന്നീ പാർട്ടികളിൽ നിന്ന് 50ഓളം കുടുംബങ്ങൾ CPIMനൊപ്പം. മഹിളാ കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം പ്രസിഡന്റ് S ശൈലജകുമാരി, യുവമോർച്ച പ്രവർത്തകൻ ഗിരീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരാണ് CPMൽ ചേർന്നത്. അടിമാലിയിൽ 40 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന മാങ്കുളം ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പദ്ധതിക്ക് ആവശ്യമായ 90% ഭൂമി ഏറ്റെടുത്തു. പദ്ധതിക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞുകൊടുത്ത വ്യാപാരികൾക്ക് KSEB ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച് കൈമാറും. ചാലക്കുടി കൊരട്ടി പഞ്ചായത്തിൽ കോൺഗ്രസ് വീണ്ടും പിളർപ്പിലേക്ക്. മണ്ഡലം ഭാരവാഹികളടക്കം 100ഓളം പേർ LDFനൊപ്പം ചേർന്നതോടെ കൊരട്ടിയിൽ കോൺഗ്രസ് ദുർബലമായി. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച പ്രവർത്തകർ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ അംഗത്വമെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമത്തിനെതിരെ ദില്ലിയിൽ നടത്തുന്ന കർഷക സമരം 100 ദിനം പിന്നിട്ടതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കരിദിനാചരണം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ തലത്തിലുള്ള കരിദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം. വിദ്യാഭ്യാസ വകുപ്പിന്റെ 2021-22 അധ്യയന വർഷത്തെ വോളിയം 1, 2, 3 പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കുടുംബശ്രീ. ആദ്യ പുസ്തക വിതരണം വിദ്യാഭ്യാസ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് MB പ്രശാന്ത് ലാൽ, കാർഡിയൻ സ്കൂൾ മാനേജർ C ജിൻസി ഒത്തോട്ടിലിന് നൽകി നിർവഹിച്ചു. BJP വിട്ടവർ LJDയിൽ ലയിക്കുന്നു. BJP പിറവം മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 150ഓളം പ്രവർത്തകരാണ് LJDയിൽ ലയിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4-ന് മുളന്തുരുത്തിയിൽ നടക്കുന്ന ലയന സമ്മേളനം LJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വഴിയോര കച്ചവടക്കാരുടെ സർവേ ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ. ലിസ്റ്റ് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർ അടുത്ത മാസം 9-നകം ടൗൺ വൈൻഡിംഗ് കമ്മിറ്റിയെ രേഖാമൂലം അറിയിക്കണമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി. സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. മേയർ M അനിൽകുമാർ, TJ വിനോദ് MLA ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. ഇടുക്കി അടിമാലി കുരിശുപാറയിൽ വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 64-കാരനായ അറക്കൽ ഗോപിയെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുഖത്ത് മുറിവേറ്റ പാടുകളുണ്ട്. അടിമാലി പോലീസ് അന്വേഷണം ആരംഭിച്ചു.
മലബാർ മേഖലയുടെ വികസനത്തിന്റെ ആണിക്കല്ലായ ബേപ്പൂർ തുറമുഖത്തെ സംസ്ഥാനത്തെ ഒന്നാം കിട തുറമുഖമാക്കി ഉയർത്താൻ തുടങ്ങിയത് നിരവധി പദ്ധതികൾ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താനും യാത്രക്കാർ, ജീവനക്കാർ എന്നിവർക്കായും 5 വർഷത്തിനകം 60 കോടിയിലേറെ രൂപയുടെ വിവിധ പദ്ധതികൾ തുറമുഖ വികസനത്തിന് നടപ്പാക്കി. കോരപ്പുഴ പാലം ഇനി ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരക്കാരനായിരുന്ന കേളപ്പജിയുടെ പേരിൽ അറിയപ്പെടും. പാലത്തിന് കേളപ്പജി പാലം എന്ന് നാമകരണം ചെയ്ത് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് ജില്ലയിലെ മുഴുവൻ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ ടി വി സുഭാഷ്. പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെയും മൈക്രോ ഒബ്സർവർമാരുടെയും സാന്നിധ്യമുണ്ടായിരിക്കും. കർഷക സമരം സജീവമാക്കാൻ പുതിയ ഫോമുലയുമായി കർഷക സംഘടനകൾ. ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ട്രാക്ടർ, 15 കർഷകർ, 10 ദിവസം സമരഭൂമിയിൽ എന്ന ഫോമുലയാണ് ഭാരതീയ കിസാൻ യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഭീമ കൊറേഗാവ് കേസിൽ UAPA ചുമത്തപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായി ജയിലിൽ കഴിയുകയായിരുന്ന കവി വരവര റാവു ജയിൽ മോചിതനായി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ മാസം 22-നാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. പാചകവാതക വില വർധനവിനെതിരെ ഓട്ടോറിക്ഷ കെട്ടിവലിച്ച ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ പ്രതിഷേധം. ഡെറാഡൂണിലെ കോൺഗ്രസ് ഭവനിൽ നിന്ന് ഗാന്ധി പാർക്ക് വരെയാണ് ഓട്ടോറിക്ഷ കെട്ടിവലിച്ചത്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ഏറ്റെടുക്കാതെ കേരളം. മാർച്ച് 4 വരെ സംഭാവനയായി ആകെ ലഭിച്ചത് 2500 കോടി രൂപ. കേരളത്തിൽ നിന്ന് 13 കോടി രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സീറ്റ് ധാരണ പൂർത്തിയായി. 25 സീറ്റാണ് DMK സഖ്യകക്ഷിക്കായി വിട്ടുകൊടുത്തത്. 30 സീറ്റ് വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ബംഗാളിലെ നന്ദിഗ്രാം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ അവരുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരി തന്നെ BJP സ്ഥാനാർത്ഥിയാകും. ഇതടക്കം 57 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP പ്രഖ്യാപിച്ചു. രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു. 24 മണിക്കൂറിനിടെ 18,711 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 1,12,000 ഉയർന്നു. അസമിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ പങ്കാളിയായതിന് തടവിൽ കഴിയുന്ന ആക്ടിവിസ്റ്റും കർഷക നേതാവുമായ അഖിൽ ഗൊഗോയ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അസമിൽ പുതുതായി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ റായ്ജോർ ദളിന്റെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുക. പശ്ചിമ ബംഗാളിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഗോസ്വ പ്രദേശത്ത് രാത്രി നടന്ന ബോംബ് സ്ഫോടനത്തിൽ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ്. MP-മാരും MLA-മാരും ജനങ്ങളെ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ മുളവടി കൊണ്ട് അടിച്ച് ശരിയാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ബഗുസരായിലെ ചടങ്ങിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഫേസ്ബുക്കിനെതിരെ കടുത്ത നിലപാടുമായി അമേരിക്ക വീണ്ടും. ഫേസ്ബുക്കിൽ സിസ്റ്റമിക് റേസിസം നിലനിൽക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് ഫേസ്ബുക്കിനെതിരെ അന്വേഷണ ഏജൻസി രംഗത്തെത്തിയത്. മക്കഫി ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ സൃഷ്ടാവ് ജോൺ മക്കഫിക്കെതിരെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിന് കേസ്. തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ ക്രിപ്റ്റോ കറൻസികൾക്ക് പ്രചാരണം നൽകുകയും കറൻസിക്ക് മൂല്യം കൂടിയപ്പോൾ വിറ്റ് ലാഭമെടുക്കുകയും ചെയ്തുവെന്നാണ് മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. പേറ്റന്റ് നീക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കരുതെന്ന US പ്രസിഡന്റിന് നിർദ്ദേശം. സെനറ്റർമാരുടെ സംഘമാണ് നിർദ്ദേശം നൽകിയത്. ടിബറ്റൻ ആത്മീയ ആചാര്യൻ ദലൈലാമ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലുള്ള സോണൽ ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹം വാക്സിൻ സ്വീകരിച്ചത്. ഇലോൺ മസ്കിന് 4 ദിവസത്തിനിടെ 1.97 ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടു. ഓഹരി വിലയിൽ ഇടിവുണ്ടായതാണ് മസ്കിന് തിരിച്ചടിയായത്. യാത്രക്കാരന്റെ ഉപദ്രവം സഹിക്കാനാവാതെ പാരീസിൽ നിന്ന് ദില്ലിയിലേക്കുള്ള എയർ ഫ്രാൻസ് വിമാനം അടിയന്തരമായി നിലത്തിറക്കി.
ബൾഗേറിയയിലെ സോഫിയ വിമാനത്താവളത്തിലാണ് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. ചൊവ്വയിൽ പെർസിവറൻസിന്റെ ടെസ്റ്റ് ഡ്രൈവിംഗ് ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പര്യവേഷണം തുടങ്ങിയത്. റെസ്റ്റോറന്റുകൾ കോവിഡ് വ്യാപനവും മരണനിരക്കും വർദ്ധിപ്പിക്കുന്നുവെന്ന് US പഠന റിപ്പോർട്ട്. മുഖാവരണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് COVID-19 പടരുന്നതിനെ തടയുമെന്നും റിപ്പോർട്ടിൽ. ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്കിന്റെ വൈസ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായി ഇന്ത്യൻ വംശജ നൌറീൻ ഹസൻ നിയമിതയായി. കൊച്ചി ആസ്ഥാനമായ നെസ്റ്റ് ഗ്രൂപ്പ് സ്ഥാപകനും ഇന്ത്യൻ അമേരിക്കൻ വ്യവസായിയുമായ ജവാദ് ഹസന്റെ മകളാണ്. 2019 ആഗോള വ്യാപകമായി 93.1 കോടി ടൺ ഭക്ഷണം പാഴായെന്ന് UN റിപ്പോർട്ട്. 61% ഭക്ഷണവും പാഴാക്കിയത് വീടുകളിൽ. UAE കോൺസുലേറ്റിനായി അറബിക് ട്രാൻസ്ലേറ്ററായി സ്വപ്ന സുരേഷ് പ്രവർത്തിച്ചുവെന്ന കസ്റ്റംസ് വാദം വിശ്വസനീയമല്ലെന്ന് അഭിപ്രായമുയർന്നു. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ളവരാണ് UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ. സ്വപ്ന സുരേഷ് അറബിക് ട്രാൻസ്ലേറ്ററായി എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് ഖലീജ് ടൈംസിന്റെ എഡിറ്റോറിയൽ ഡയറക്ടർ ഐസക് ജോൺ പട്ടാണി പറഞ്ഞു. റിയാദ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തകർ ആരോഗ്യ രക്തസാക്ഷി ദിനം ആചരിച്ചു. ആരോഗ്യ മേഖലകളിൽ കോവിഡ് പ്രവർത്തനങ്ങൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആദരസൂചകമായാണ് ആരോഗ്യ രക്തസാക്ഷി ദിനം ആചരിച്ചത്. മാസങ്ങളോളം ശമ്പളം ലഭിക്കാതെ റിയാദിൽ പ്രയാസം അനുഭവിച്ചിരുന്ന പന്തളം സ്വദേശി സന്ദീപിനെ നാട്ടിലെത്തിച്ച് കേളി കലാസാംസ്കാരിക വേദി. റിയാദിലെ സ്വകാര്യ ഹോളോബ്രിക്സ് കമ്പനിയിൽ ജോലിക്കെത്തിയ സന്ദീപ് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ലേബർ കോടതിയിൽ പരാതി നൽകിയിരുന്നു. കോവിഡ് രോഗവ്യാപനം തടയാൻ കുവൈറ്റിൽ ഇന്നു മുതൽ രാജ്യവ്യാപക കർഫ്യൂ നിലവിൽ വരും. ഒരു മാസക്കാലത്തേക്കുള്ള നിയന്ത്രണം വൈകുന്നേരം 5 മണി മുതൽ കാലത്ത് 5 മണി വരെയായിരിക്കും. അബുദാബിയിൽ തിയേറ്ററുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ തീരുമാനം. 30% ശേഷിയിലാണ് തിയേറ്ററുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ. യുഎയിലെ സാമൂഹിക പ്രവർത്തകൻ മാധവൻ പാടിയുടെ മൃതദേഹം സംസ്കരിച്ചു. കാസർഗോഡ് ചെങ്കളപ്പാടിയിലെ AKG വായനശാലയിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഗോവിന്ദൻ മാസ്റ്റർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഒമാൻ ഒബാബേലയിൽ അയന കഫേ പ്രവർത്തനം ആരംഭിച്ചു. ഇബ്രാഹിം അൽഫാസി മുഖ്യാതിഥിയായി. അറബിക്, സ്പാനിഷ്, മെക്സിക്കൻ രുചിഭേദങ്ങളാണ് അയന കഫേയുടെ പ്രത്യേകതയെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി സൗദി അറേബ്യ. കോവിഡ് വ്യാപനം തടയാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ നാളെ മുതൽ നീക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നാളെ മുതൽ ജിമ്മുകളും സിനിമാശാലകളും വിനോദശാലകളും വീണ്ടും തുറക്കും. അനധികൃതമായി ജോലി ചെയ്യുന്ന പ്രവാസികളെ നാടുകടത്താൻ കുവൈറ്റ് നിയമലംഘകരെ കണ്ടെത്താൻ കുവൈറ്റിൽ ഇന്നു മുതൽ കർശന പരിശോധന. കടകൾ, കോപ്പറേറ്റീവ് സ്റ്റോറുകൾ, ഭക്ഷ്യ പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ, ഹോം ഡെലിവറി സർവീസുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന. റെസ്റ്റോറന്റുകളിൽ നിന്ന് ബേബി ഫീഡിംഗ് ബോട്ടിലുകളിൽ പാനീയങ്ങൾ നൽകുന്നതിന് വിലക്കേർപ്പെടുത്തി ദുബായ്. ഈ പ്രവണത പ്രാദേശിക സംസ്കാരത്തിന് വിരുദ്ധമാണെന്നും കോവിഡ് വ്യാപനം ചെറുക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുടെ ലംഘനമാണെന്നും ദുബായ് ഇക്കോണമി അറിയിച്ചു. സമകാലിക ലോക സിനിമയിലെ ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ജിത്തു ജോസഫ് ചിത്രം ദൃശ്യം 2. IMDbയുടെ മോസ്റ്റ് പോപ്പുലർ ലിസ്റ്റിലാണ് ചിത്രം ഇടം പിടിച്ചത്. കേരളത്തെ തന്നെ തലകുനിപ്പിച്ച അട്ടപ്പാടിയിലെ മധുവിന്റെ മരണം സിനിമയാകുന്നു. സംവിധായകൻ രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രത്തിൽ മധുവായി ഫഹദ് ഫാസിൽ വേഷമിടും. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റായി G. സുരേഷ് കുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയായ നിർമ്മാതാവ് സുരേഷ് കുമാർ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോമിൻ ഡിസിൽവ സംവിധാനം ചെയ്യുന്ന സ്റ്റാർ എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രമായി പൃഥ്വിരാജും ജോജു ജോർജും. ഏപ്രിൽ 9 ചിത്രം തിയേറ്ററുകളിലെത്തും. ഷിരു എബ്രഹാമാണ് നായിക. ദുൽഖർ സൽമാൻ റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ദുൽഖർ പോസ്റ്റർ പുറത്തുവിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി വകുപ്പിനെതിരെ കടുത്ത പരിഹാസവുമായി നടി തപ്സി പന്നു. പരിഹസിച്ചുകൊണ്ടുള്ള തപ്സിയുടെ ട്വിറ്ററിലെ പ്രതികരണം ഏറെ ചർച്ചയാകുന്നു.
ഒറ്റ വരിയിൽ 1000 ഓർമ്മകളുമായി പൃഥ്വിരാജ്. കലാഭവൻ മണിയുടെ ഓർമ്മദിനം അനുസ്മരിച്ചാണ് താരം കലാഭവൻ മണിയുടെ ഫോട്ടോ ഷെയർ ചെയ്തത്. മണിച്ചേട്ടൻ എന്ന് മാത്രമായിരുന്നു എഴുതിയത്. രജിഷ വിജയന്റെ സ്പോർട്സ് ഡ്രാമ ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തി. രാഹുൽ റിജി നായർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിന് ഖോ ഖോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സക്കറിയയുടെ പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി നായകനാകുന്നു. മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കും. ബാര വീണ്ടും തുടങ്ങുകയാണെന്ന ക്യാപ്ഷനോടെ തപ്സി പന്നുവിനൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച് അനുരാഗ് കശ്യപ്. താരത്തിന് പിന്തുണയുമായി നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസും മാധ്യമപ്രവർത്തകയായ റാണ അയൂബും ഉൾപ്പെടെ നിരവധി പേർ രംഗത്ത്. മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ എന്നിവയ്ക്കായി 100 രൂപയ്ക്ക് പെയ്ഡ് സർവീസ് ഒരുക്കി ഹീറോ. പുതിയ സംവിധാനം 10 കോടി യൂണിറ്റിന്റെ ഉൽപ്പാദനം പിന്നിട്ടതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി. കാറുകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതിയ നിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര ഗതാഗത മന്ത്രാലയം. ഏപ്രിൽ 1 മുതൽ നിർമ്മിക്കുന്ന കാറുകളിൽ ഡ്യുവൽ എയർ ബാഗ് നിർബന്ധമാക്കിയാണ് പുതിയ ഉത്തരവ്. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന ഭീമന്മാരായ ടെസ്ലയുമായി സഹകരണത്തിന് പദ്ധതിയില്ലെന്ന് ടാറ്റ സൺസ്. ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ ഇക്കാര്യം വ്യക്തമാക്കി. മാർച്ച് മാസത്തിൽ മോഡൽ നിരയിൽ ഗംഭീര ഓഫറുകളും ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച് ടാറ്റ. പുതിയ ഓഫർ പ്രഖ്യാപനത്തോടെ വിൽപ്പനയുടെ വേഗത നിലനിർത്താനാണ് കമ്പനി ശ്രമം. റിലയൻസ് ജിയോയും ഭാരതി എയർടെലും 5G സർവീസുകൾ തുടങ്ങിയെന്ന് റിപ്പോർട്ട്. ഇരു കമ്പനികൾക്കും ടവറുകളുടെ മാപ്പ് പുറത്ത്. റിയൽമി 8 പ്രോ, വാനില റിയൽമി 8 ഹാൻഡ്സെറ്റും ഉടൻ പുറത്തിറങ്ങും. റിലീസ് തീയതികൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഫ്യൂജി ഫിലിമിന്റെ ഡിജിറ്റൽ ക്യാമറയായ GFX 100S ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. പുതിയ X സീരീസ് ക്യാമറയ്ക്കൊപ്പം 3 ലെൻസുകളും കമ്പനി പുറത്തിറക്കി. റെഡ്മി നോട്ട് 9 ഫോണിന്റെ വില ഷവോമി കുറച്ചു. പിൻഗാമിയായ റെഡ്മി നോട്ട് 10 സീരീസ് വന്നതോടെയാണ് വില കുറച്ചത്. മോട്ടോ G30, G10 പവർ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിലേക്ക്. ഈ മാസം 9-ന് ഫ്ലിപ്കാർട്ട് വഴി വിൽപ്പനയ്ക്കെത്തുന്ന മോട്ടോറോള ഫോണുകളുടെ അവതരണം. പുതിയ ലാപ്ടോപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങി റിലയൻസ് ജിയോ. ബ്ലൂ ബാങ്ക് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജിയുമായി സഹകരിച്ചാണ് ലാപ്ടോപ്പ് നിർമ്മിക്കുന്നത്. ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് മികച്ച വിജയം. മെസ്സിയുടെ മികവിൽ ഒസാസുനയെയാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ഐ ലീഗിൽ ചെന്നൈ സിറ്റിക്ക് വീണ്ടും തോൽവി. സുദേവയാണ് ചെന്നൈയെ തോൽപ്പിച്ചത്. സുദേവയുടെ വിജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. FC ഗോവയുടെ മധ്യനിര താരം പ്രിൻസ്റ്റൺ റോബെല്ലോ ഈ സീസണിൽ ഇനി കളിക്കില്ലെന്ന് പരിശീലകൻ ഫെറാൻഡോ. റോബെല്ലോ കളിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പരിക്കിനെ തുടർന്ന്. IPL-ന്റെ 14ാം പതിപ്പ് ഏപ്രിൽ 9-ന് തുടങ്ങും. മെയ് 30 വരെയാണ് ടൂർണമെന്റ് നടക്കുക. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് നടക്കുക 6 വേദികളിലായി. സ്വിസ് ഓപ്പൺ വനിതാ വിഭാഗം ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു ഫൈനലിൽ. സെമി ഫൈനലിൽ ഡെൻമാർക്കിന്റെ മിയ ബ്ലിച്ച്ഫെൽഡിനെ മുട്ടുകുത്തിച്ചാണ് സിന്ധു ഫൈനലിലെത്തിയത്. ഫൈനലിൽ കരോളിന മാരിൻ എതിരാളി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് സമനില. ബേൺലിക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആഴ്സണൽ 1-1 സമനില വഴി. കേരള പ്രീമിയർ ലീഗിന്റെ 7ാം സീസണ് കേരള യുണൈറ്റഡിന്റെ വിജയത്തോടെ തുടക്കം. കൊച്ചി മഹാരാജാസ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ കേരള യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത് കോവളം FC. ഇംഗ്ലണ്ടിനെ തറപറ്റിച്ച ICC റാങ്കിങ്ങിൽ ഇന്ത്യ 1-മത്. 22 റേറ്റിംഗ് പോയിന്റുമായാണ് ഇന്ത്യ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയത്. ലിവർപൂൾ അധികകാലം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തു നിൽക്കില്ലെന്ന് ജോർഗൻ ക്ലോപ്പ്. ക്ലോപ്പിന്റെ പ്രതികരണം ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയിൽ നിന്നും പുറത്തായതിനെ തുടർന്ന്. ലിവർപൂളിന്റെ പുതിയ സെന്റർ ബാക്കായ കബാക്കിന് പരിക്ക്. കബാക്കിന്റെ അഭാവത്തിൽ ഫിലിപ്പ് സാഗം ഫുൾഹാമിനെതിരെ ലിവർപൂൾ ഡിഫൻസിൽ ഇറങ്ങുക.